ഹായ് നമസ്കാരം. നമ്മുടെ പൈങ്കിളീസ് ലൂസി ആൻഡ് ലൂണ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം, ഒരു ഡോഗിനെ വാങ്ങുന്നവർ അല്ലെങ്കിൽ ഒരു പപ്പി കുഞ്ഞിനെ വാങ്ങുന്നവർ തീർച്ചയായും ഈ വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം മാത്രം പോവുക. കാരണം നമ്മളൊരു ഡോഗിനെ വാങ്ങുമ്പോൾ ഏതാണ്ട് ഒരു 14 വർഷത്തോളം 10 മുതൽ 14 വർഷത്തോളം നമ്മുടെ കൂടെ ജീവിക്കേണ്ട ഒരു ജീവിയാണ് നമ്മുടെ ഡോഗ്സ് എന്ന് പറയുമ്പോൾ. ഒരു 1-2 വർഷം കഴിഞ്ഞ് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക്, ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇവരെ കൊണ്ടുപോകാൻ കഴിയില്ല എങ്കിൽ നമ്മൾ മുൻകൂട്ടി ചിന്തിച്ചുകൊണ്ട് തന്നെ ഇവരെ വാങ്ങാതിരിക്കുക. നിങ്ങളിപ്പോൾ ഒരു സന്തോഷത്തിൻ്റെ പുറത്ത്, ഇല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് കുട്ടികൾക്ക് സ്കൂൾ പൂട്ടുന്ന ആ ഒരു സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡോഗ്സിനെ വാങ്ങുന്നൊരു കാലമായിട്ട് നമുക്ക് കണ്ടുവരുന്നത്. അപ്പോൾ എല്ലാ ബ്രീഡർമാർക്കും അറിയാവുന്ന കാര്യമാണ്, ആ ഒരു സീസണിലായിരിക്കും ഏറ്റവും കൂടുതൽ ഡോഗ് ഡെലിവറി കഴിഞ്ഞ് ഇരിക്കുമ്പോൾ എല്ലാവരും മേടിച്ചുകൊണ്ട് പോകുന്നത് ആ ഒരു സമയമാണ്. ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന ഒരു കാലമാണ് ഈ സ്കൂൾ പൂട്ടൽ പറയുമ്പോൾ. ഈ മാർച്ചിൽ സ്കൂൾ പൂട്ടി കഴിഞ്ഞാൽ കുട്ടികൾ 2 മാസത്തേക്ക് വേണ്ടി മേടിച്ചു കൊടുക്കുന്നൊരു ശീലമാണ് നമ്മൾ പലരുടെയും കണ്ടുവരുന്നത്. അപ്പോൾ ഈ സമയത്ത് മേടിച്ചു കൊടുക്കുന്നത് മൂലം നാളെ ഇവർക്ക് ആ ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഒരു സന്തോഷത്തിന് വേണ്ടി മേടിച്ചു കൊടുക്കും. അവരുടെ ഒരു പാഷനൊക്കെ കുറച്ച് കാലത്ത്, ഒരു ആഗ്രഹമൊക്കെ തീർത്ത് ഒരു 2 മാസമൊക്കെ കഴിയുന്ന സമയത്ത്, സ്കൂളൊക്കെ തുറന്ന സമയത്ത് ഈ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്കൊക്കെ പോയി വരുന്ന സമയത്ത് ഈ കുഞ്ഞുങ്ങൾ സ്ഥിരമായിട്ട് ഈ ഡോഗിൻ്റെ കൂടെ, പപ്പി കുഞ്ഞുങ്ങളുടെയൊക്കെ കൂടെ കളിച്ചു തുടങ്ങും. അതുമൂലം പഠനം ചിലപ്പോൾ പഠിക്കുന്നതിന് വരെ ഇവർ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഇത് കാണുമ്പോൾ പാരൻസ് എന്ത് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഏത് ബ്രീഡറുടെ കയ്യിൽ നിന്നാണോ മേടിച്ചത് അവരോട് ചോദിക്കാറുണ്ട്. നമ്മുടെ ഇപ്പോൾ കൊണ്ടുവന്നിട്ട് 3 മാസമായി, 2 മാസമുള്ള പപ്പിയെ കൊണ്ടുവന്ന് ഇപ്പോൾ 3 മാസമായി, ഇനിയിപ്പോൾ ഇത് തിരിച്ചെടുക്കാൻ പറ്റുമോ, പൈസ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അങ്ങനെ ചില ബ്രീഡേഴ്സ് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ഡോഗിനെ മേടിക്കുമ്പോൾ ദയവ് ചെയ്ത് അങ്ങനെ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി മേടിക്കരുത്. നമുക്ക് കൂടെ അവരുടെ ജീവിതാവസാനം വരെ നിർത്താൻ നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ മാത്രം ഒരു ഡോഗിനെ മേടിക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വീട്ടിൽ 16 വർഷത്തോളം, ഞാൻ +1 പഠിക്കുമ്പോൾ തുടങ്ങിയാണ് വീട്ടിലെ ഡോഗ്. അതിനു മുമ്പ് നാടൻ പട്ടിയൊക്കെ നമ്മൾ വളർത്തിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഏതാണ്ട് +1 പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഒരു ലാബ്രഡോറിനെ കൊണ്ടുവരുന്നത്, ഡോഗ് വളർത്തുന്നത്. ആദ്യം ലാബ്രഡോറായിരുന്നു, പിന്നെ അതിനുശേഷം അവൾ ഒരു 9 വർഷം കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഒരു ലാബ്രഡോറിനെ കൊണ്ടുവന്നു. അവളൊരു 6 വർഷം കൂടി ഉണ്ടായിരുന്നു. അത് ഒരു ലിവർ സംബന്ധമായ ഒരു അസുഖത്തെ തുടർന്ന് അവൾ പോയിരുന്നു. പിന്നെ അതിന് ശേഷമാണ്, പിന്നെ ഡോഗ്സ് ഒന്നും വേണ്ടാന്ന് വിചാരിച്ച് ഇരിക്കുമ്പോഴാണ് പിന്നെ നമ്മൾ ഈ 2 ഡോഗ്സിനെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരുന്നത്. ഒരു അമ്മയുടെ 2 മക്കളാണ്. അപ്പോൾ അങ്ങനെ ഇവരെ കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാൻ കഴിയുമെങ്കിൽ മാത്രം നമ്മൾ മേടിക്കുക. അതുപോലെ ഒരു ഡോഗിനെ വളർത്തുമ്പോൾ ഒരു ഡോഗിന് സപ്ലിമെൻറ്റ്സ് കൊടുക്കേണ്ടി വരും. ചെറുപ്പം മുതൽ സപ്ലിമെൻറ്റ്സ് കൊടുക്കേണ്ടി വരും. അതുപോലെ വാക്സിനുകൾ അടിക്കേണ്ടി വരും. അതല്ലാതെ അവർക്ക് ചിലപ്പോൾ അസുഖങ്ങൾ വന്നേക്കാം. അതിനെയൊക്കെ ക്ലിയർ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ മാത്രം, അതിനെയൊക്കെ തരണം ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ മാത്രം നിങ്ങൾ ഡോഗിനെ വളർത്തുക. പിന്നെ ചില സമയങ്ങളിൽ നമ്മൾ ഈ ഡിവോമിങ് ചെയ്യുന്ന സമയത്ത് അവരുടെ ചെയ്ത സമയത്ത് ഏകദേശം ചിലപ്പോൾ അവരുടെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കൂട്ടിനകത്ത് തന്നെ പോകാം. ചിലപ്പോൾ വീട്ടിനകത്ത് വളർത്തുന്നവരാണെങ്കിൽ ചിലപ്പോൾ തനിയെ അത് പോയി എന്ന് വരാം. എല്ലാ ഡോഗ്സിൻ്റെയും ഈ ഒരു പ്രശ്നം വരണമെന്നില്ല. ഞാൻ മുമ്പ് വളർത്തിയ ഒരു ഡോഗിന് എനിക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവൾക്ക് ഡീവോമിങ് ചെയ്ത് കഴിഞ്ഞാൽ തനിയെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ചിലപ്പോൾ അകത്താണോ അല്ലെങ്കിൽ കൂട്ടിലാണോ എന്നൊന്നും അവൾ നോക്കാറില്ല. അല്ലാത്ത സമയത്ത് എല്ലാം കറക്റ്റ് കാര്യങ്ങളൊക്കെ പുറത്താണ് പോകുന്നതെങ്കിൽ കൂടെ ഈ ഒരു സമയം വരുമ്പോൾ, ഡീവോമിങ് ചെയ്യുന്നൊരു സമയം വരുമ്പോൾ ഇവർ വീടിനകത്ത് അല്ലെങ്കിൽ കൂട്ടിനകത്തൊക്കെ പോകാറുണ്ട്. അപ്പോൾ നമ്മളിത് കോരിക്കളയാനൊക്കെ നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ മാത്രം നമ്മൾ ചെയ്യുക. അതുപോലെ കൃത്യമായൊരു ട്രെയിനിങ്, നമ്മൾ നോക്കിയില്ലെങ്കിൽ കൂടെ മറ്റൊരാൾക്ക് ഇവളെ നോക്കാൻ കഴിയുമെങ്കിൽ എന്ന രീതിയിലുള്ളൊരു ട്രെയിനിങ് കൊടുത്ത് മാത്രം വളർത്തുക. അല്ലാതെ ഞാൻ മാത്രം നോക്കിയാലേ ഞാൻ കൊടുത്താലേ അവൾ ഭക്ഷണം കഴിക്കുള്ളൂ, ഞാൻ കൊടുത്താലേ അവൾ മരുന്ന് കഴിക്കുള്ളൂ, എൻ്റെ അടുത്തേ അവൾ എല്ലാത്തിനും നിൽക്കുള്ളൂ, ഞാൻ തന്നെ കുളിപ്പിക്കണം എന്നുള്ള രീതിയിൽ ഒരു ഡോഗ്സിനെയും വളർത്താതിരിക്കുക. അങ്ങനെ ഒരു ട്രെയിനിങ് നിങ്ങൾ കൊടുക്കാതിരിക്കുക. നല്ല രീതിക്കുള്ള ട്രെയിനിങ്, അതിപ്പോൾ ഏത് ബ്രീഡോ ആയിക്കോട്ടെ. ഇപ്പോൾ നമ്മുടെ ലാബ്രഡോറിനെ സംബന്ധിച്ച് വീട്ടിലെല്ലാവരുമായിട്ട് നല്ല മിങ്കിളാവാറുണ്ട്. ഇപ്പോൾ റോട്ട് വീലറിനെയൊക്കെ വളർത്തുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് നല്ല പോലെ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് വളർത്തുക. ഒരു നല്ലൊരു കമ്പാനിയൻ ഡോഗ് ആക്കാൻ പറ്റും നമ്മുടെ റോട്ട് വീലറിനെയൊക്കെ. പല ആൾക്കാർക്കും അത് പറ്റാറില്ല. അത് കൃത്യമായിട്ടുള്ളൊരു ട്രെയിനിങ് കൊടുക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾ ഒരു ഡോഗിനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചതിന് ശേഷം മാത്രം മേടിക്കുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.